Okay, let's see the full wave bridge rectifier once again. The circuit diagram is given by like this. This is a circuit diagram for a full wave rectifier. So here 4 diodes D1, D2, D3 and D4 forms a bridge, and A and B എന്ന് പറയുന്ന രണ്ട് ടെർമിനലിലാണ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡി ആൻഡ് സി എന്ന് പറയുന്ന ബ്രിഡ്ജിൻ്റെ രണ്ട് ടെർമിനൽസിലാണ് ലോഡ് റെസിസ്റ്റൻസ് RL കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് മാറ്റി വരയ്ക്കുന്നു. ഈ ഭാഗം മാത്രം ഡ്യൂറിങ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ദിസ് എൻഡ് ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് എൻഡ് ഈസ് നെഗറ്റീവ്. ഈ എൻഡ് പോസിറ്റീവും എ എന്നുള്ള എൻ്റെ പോസിറ്റീവും ബി എന്നുള്ള എൻ്റെ നെഗറ്റീവും ആവുന്ന സമയത്ത് എ കണക്ട് ചെയ്തിരിക്കുന്ന D2ൻ്റെ നെഗറ്റീവ് ടെർമിനലാണ്, അല്ലെങ്കിൽ എൻ റീജിയനാണ് എയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ആവുന്ന സമയത്ത് D2 റിവേഴ്സ് ബയാസ്ഡ് ആവും, D1 ഫോർവേഡ് ബയാസ്ഡ് ആവും. ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന എന്തിനെ എനിക്ക് ഒരു ഷോർട്ട് ടെർമിനലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, AC. മറ്റത് ഓപ്പൺ ആവും, അതുകൊണ്ട് ഞാൻ അത് വരക്കുന്നില്ല. പിന്നെ ബി എന്ന് പറയുന്ന എൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ ബിയിൽ നെഗറ്റീവാണ്. സോ ബിയിൽ D3യുടെ എൻ റീജിയൻ ബിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബി നെഗറ്റീവ് ആവുന്ന സമയത്ത് D3 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. D4ൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ പി റീജിയൻ ബിയുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് അത് റിവേഴ്സ് ബയാസ്ഡുമായിരിക്കും. അതുകൊണ്ട് തന്നെ D4, അതായത് BC എന്നുള്ള സർക്യൂട്ടിൻ്റെ ഈ പോർഷനെ എനിക്ക് ഓപ്പൺ സർക്യൂട്ട് കൊണ്ടും BD എന്ന് പറയുന്ന ഈ സർക്യൂട്ടിൻ്റെ ഈ പോർഷനെ അല്ലെങ്കിൽ ഈ റീജിയനെ എനിക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യാം. സോ ദിസ് ഈസ് BD, ആൻഡ് ബിറ്റ്വീൻ D ആൻഡ് C we are having the load resistance RL. So this is the output, circuit during the positive half cycle. Now let's see the direction of the current. Current will always flow from positive terminal. So using this red line representing the direction of current during the positive half cycle. So current will flow in this direction, then from A to C, then from C to D in this direction, and from D to B, and it completes the path. So during positive half cycle, the direction of the current flow is from C to D through the load resistance RL. So this is the current through the load resistance RL. ഇനി നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നതെങ്കിൽ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഇൻപുട്ട് സിഗ്നലിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു. ഇൻപുട്ട് സിഗ്നലിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡ് നെഗറ്റീവും ഈ എൻഡ് പോസിറ്റീവും ആവുന്ന കേസ്, അതായത് എൻഡ് എ ഈസ് നെഗറ്റീവ് ആൻഡ് എൻഡ് ബി ഈസ് A is negative and B is positive. That is the next half cycle. What happens? Let's see. A എന്ന് പറയുന്ന എൻഡിനോട് D1ൻ്റെ P
റീജിയൻ കണക്ട് ചെയ്തുകൊണ്ട് എ നെഗറ്റീവ് ആവുന്ന സമയത്ത് D1 റിവേഴ്സ് ബയാസ്ഡ് ആകും. റിവേഴ്സ് ബയാസ്ഡ് ആയി കഴിഞ്ഞാൽ ആ സർക്യൂട്ട്, ആ പാത്തിനെ നമുക്കൊരു ഓപ്പൺ സർക്യൂട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. D2ൻ്റെ എൻ റീജിയൻ എയുമായി കണക്ട് ചെയ്തുകൊണ്ട് എ നെഗറ്റീവ് ആവുന്ന സമയത്ത് D2 ഫോർവേഡ് ബയാസ്ഡ് ആകും. അതൊരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് വൺ റെപ്രസെൻറ്റ്സ് BD. AD. Now let's consider this B. B is positive. അങ്ങനെയാണെങ്കിൽ D4ൻ്റെ B റീജിയൻ, B ടെർമിനൽ D4ൻ്റെ P റീജിയനുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് D4 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആകും. D3യുടെ എൻ റീജിയനാണ് ബിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ D3 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആകും. സോ D4ൻ്റെ പാത്തിനെ നമുക്ക്, അതായത് B to C എന്നുള്ള പാത്തിനെ നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. B to D നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി സിയുടെയും ഡിയുടെയും ഇടയിൽ നമ്മുടെ റോഡ് റെസിസ്റ്റൻസ് RL ആണ്. Now let's see what is the direction of the current. ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട് നമുക്കറിയാം കറണ്ടിൻ്റെ ഡയറക്ഷൻ +2 നെഗറ്റീവ് ആണ്. സോ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ബി നിന്ന് സിയിലേക്ക് കറണ്ട് ഉണ്ടാകും, ദെൻ സി നിന്ന് ഡിയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. സോ ദെൻ D to A and then A to this one. So it completes the circuit. So ഈ കേസിലും കറണ്ട് ത്രൂ ദ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് C to D ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും, രണ്ട് ഹാഫ് സൈക്കിളിലും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലായാലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലായാലും ലോഡ് റെസിസ്റ്ററിലേക്കൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരക്കുകയാണെങ്കിൽ ഒരു 2 കംപ്ലീറ്റ് സൈക്കിൾസുള്ള AC ഞാനിവിടെ ഡ്രോ ചെയ്തിരിക്കുന്നു. ദിസ് എക്സ് ആക്സിസ് ഈസ് ടൈം, വൈ ആക്സിസ് ഈസ് വോൾട്ടേജ്. ദിസ് പീക്ക് വാല്യൂ ഈസ് കോൾഡ് VM. Now output will be like this. During positive half cycle RL കൂടെ ഒരു കറണ്ട് ഉണ്ട്, I/RL എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് അതിനെ ക്രോസ് ഡെവലപ്പ് ചെയ്യും. ആ വോൾട്ടേജ് സപ്പോസ് VM-ന് ഈക്വൽ ആണെങ്കിൽ, മാക്സിമം VM-ന് ഈക്വൽ ആണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതുപോലെ അങ്ങ് വരും. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് RL-ലൂടെ ഉള്ളത് സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് സിഗ്നലിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും C എന്നുള്ള എൻ്റെ പോസിറ്റീവും D എന്നുള്ള എൻ്റെ നെഗറ്റീവായിരിക്കും. അത് തന്നെ ആയിരിക്കും രണ്ട് ഹാഫ് സൈക്കിളുകളിലും. സോ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഡയറക്ഷൻ ഇത് തന്നെയായിരിക്കും. സോ വി വിൽ ഹാവ് എ output voltage like this. With this VM, if the diodes and circuit are assumed to be ideal, then this value will be VM. So this is the working of a full wave bridge rectifier.